ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കള്ളുഷാപ്പിലെ ഞണ്ട് കറിയാണ്. കള്ളുഷാപ്പിലെ ഞണ്ടുകൾക്ക് വല്ലാത്ത ടേസ്റ്റാണല്ലേ. ഇനി നമുക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ മസ്റ്റാർഡും ഇട്ടു, പക്ഷേ ആ വീഡിയോ മിസ്സായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒന്ന് ചതച്ച ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും 3 ചുവന്നുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് പച്ചച്ചുവ മാറിയൊന്ന് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അതിലേക്ക് അതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇപ്പം വീഡിയോ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ ഇല്ലേ. ഞാൻ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ ഞണ്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് 1 കിലോ ഉണ്ടായിരുന്നു. അത് ഞാനെല്ലാം നല്ല നീറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിത് എണ്ണ ചൂടായി എല്ലാം റെഡിയായി. അത് നന്നായിട്ട് വാടാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് വാടട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവാളയാണ്. അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു 1.5 സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് വാടി വരട്ടെ. നന്നായിട്ട് വാടണം. നമുക്കതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാൻ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം നമുക്ക്. ഒരു മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതൊന്നും കൂടെ ഇളക്കി വെച്ചതിന് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, എത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല 1/2 ടീസ്പൂൺ, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. അവിടെ 1 ടീസ്പൂൺ ഇരിപ്പുണ്ട്, ഞാനത് പകുതിയെ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ. അതുപോലെ പെരിഞ്ജീരകം അത് ഇട്ടു. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെപ്പർ അവിടെ മാറ്റി വെച്ചേക്കിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തുമായി വെളിച്ചെണ്ണ എല്ലായിടും ഒന്ന് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച ചുവട് എല്ലാം മാറി നല്ല സൂപ്പറായിട്ട് വരണം. ആരൊക്കെ കഴിച്ചിട്ടുണ്ട് കള്ളുഷാപ്പിലെ കറി? ഞാൻ പോയിട്ടില്ല, പക്ഷെ കഴിച്ചിട്ടുണ്ട്. വാങ്ങിക്കൊണ്ട് വന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്.
വലിയ തീയിലൊന്നും ഇടരുത്. നമ്മൾ ഇത്തിരി ഒന്ന് തീ കുറച്ചിട്ടേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടൊമാറ്റോ ആണ് അത് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി ആ ടൊമാറ്റോയുടെ നീര് നന്നായിട്ട് ആ ടൊമാറ്റോ ഒന്ന് വെന്ത് വരണം അതിൽ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലാണേ, അത് മറന്നു പോകല്ലേ. ഒരു മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ടൊമാറ്റോ നല്ല പേസ്റ്റ് പോലെയാകണം, എങ്കിലേ നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. പച്ചയായിട്ടിടുകയല്ല, നന്നായിട്ട് അത് ഉടച്ച് നല്ല നമ്മൾ കച്ചപ്പൊക്കെ ഇല്ലേ അതേപോലെ അങ്ങ് പേസ്റ്റ് പോലെ ആവും. എന്നിട്ട് നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഉടഞ്ഞില്ല എങ്കിൽ പിന്നീട് ഒരു 1/2 മിനിറ്റും കൂടെ നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി ഇതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇത് ഇത്തിരിയും കൂടെ ഒന്ന് ആവാനുണ്ട്. ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായിട്ടില്ല. നമുക്കത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 1/2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും അങ്ങ് റെഡി ആയിക്കോളും. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അത് ശ്രദ്ധിച്ചോളണം. ഈ പാത്രത്തിലായതുകൊണ്ട് ഞണ്ട് കറി വെക്കാനൊരു പേടിയുണ്ട്. കാരണം പാൻ അത് ഞണ്ടിൻ്റെ കാലൊക്കെ മുട്ടിയിട്ടേ അത് സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ പെട്ടെന്ന് അങ്ങ് നാശമായി പോകും. അതുകൊണ്ട് അതിനകത്തിട്ട് നമുക്ക് ഇളക്കാൻ പറ്റുകയില്ല. ജസ്റ്റ് നമ്മൾ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ അല്ലാതെ വേറെ പാത്രത്തിലൊക്കെ ഇട്ട് കറിയാക്കുന്ന പോലെ നമുക്ക് ഈ പാനിനകത്ത്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഈ മസാല എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആ ഞണ്ടും കൂടി അതിൽ, ചട്ടിയിലാണെങ്കിൽ നിങ്ങളത് ഞണ്ട് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 1-2 മിനിറ്റ് ആ മസാലയിൽ നമ്മൾ ഞണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഞാൻ ഈ പാനിനകത്തായതുകൊണ്ട് എനിക്കതങ്ങനെ പറ്റില്ല. എൻ്റെ പാൻ സ്ക്രാച്ച് വീണ് നാശമായി പോവും. ഇപ്പോൾ നല്ല തക്കാളിയെല്ലാം നല്ല നീറ്റായിട്ട് വെന്തിട്ടുണ്ട്. നോക്ക്, നല്ല പോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മളാക്കിയെടുക്കണം. അതിലേക്ക് നിങ്ങൾ ഞണ്ടിട്ട്, ഇനി ഇതിനകത്തേക്ക് ഞണ്ടിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. എനിക്കങ്ങനെ പറ്റുകയില്ല. എൻ്റെ പാത്രം ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ പാലിനകത്ത് നമുക്ക് ആ മസാലയാക്കി കൊടുക്കാം. വലിയ ചട്ടിയൊക്കെ വേണം, അതിലിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കറി വെക്കണമെന്നുണ്ട്. നമ്മളങ്ങനെയാണ് വെക്കുക. പക്ഷേ ഈ പാത്രം ആയതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഞണ്ടിട്ട് ഇളക്കാത്തത്. അതിനുശേഷം ആവശ്യത്തിനുള്ള അത് ഞണ്ടൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് സോൾട്ടേ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. എന്താ വെച്ചാൽ ഞണ്ടിന് ഒരു ഉപ്പ് രസം ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞണ്ട് കറക്കി ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇറക്കിയിട്ട് കൊടുക്കുക. നീല നിറത്തിലുള്ള ഞണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് വറ്റാറാവും നോക്കട്ടെ. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചില ഞണ്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് ചാറ് കൂടുതൽ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ മൊത്തം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യാവുള്ളൂ. ഇത് പച്ചവെള്ളം എടുത്തൊഴിക്കരുത്, നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം വേണം ഒഴിക്കാൻ. കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കറിക്കൊരു സുഖം വരത്തില്ല. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അത് വെന്ത് നന്നായിട്ട് വറ്റണം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ പെപ്പർ ഉണ്ടല്ലോ, ആ പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ ഉണ്ടത്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഇത് 1-ാം പാലാണ്. നമ്മൾ 1-ാം പാൽ മാറ്റി വെച്ചിരുന്നതാണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. കറിവേപ്പില എവിടെ മറന്നോ? ടേസ്റ്റ് നോക്കട്ടോ, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അധികം ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കരുത്. പിന്നെ കറിയൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ അത് അടച്ചു വെച്ച്. കറിവേപ്പില ഇട്ട് കൊടുത്തില്ലേ? ഇട്ട് കൊടുത്തല്ലോ. നോക്കൂ എത്ര മനോഹരവും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഞണ്ട് കറിയാണെന്ന് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല അടിപൊളി കപ്പയും കൂടെ അങ്ങോട്ട് പുരട്ടി എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. ആഹാ എന്താ ടേസ്റ്റ്! അപ്പോൾ നമുക്ക് കപ്പയുടെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. ഇതിന് ലെങ്ത് കൂടുതലായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കപ്പയുടെ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. നമുക്ക് കപ്പയും ഉണ്ടായിരുന്നു. നോക്കൂ എന്ത് മനോഹരമായിട്ടുണ്ടെന്ന് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും കാണും വരെ ഗുഡ് ബൈ.